ഞാനെല്ലാം സത്യസന്ധമായി പറയുന്ന ആളാണ്. ചവറ സൂക്ഷിച്ചോണം. കാണുമ്പോൾ ആളുകൾ ചിരിക്കും, പക്ഷേ ആ ചിരി ശരിയല്ല. ഇൻകുലാബ് സിന്ദാബാദ്. ഞാൻ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ്. അയ്യോ, പിരിവിനാണെങ്കിൽ നിക്കണ്ട കേട്ടോ. കമലാസന മാമ മോളിലുണ്ടോ? അയ്യോ, അപ്പൊ ഇപ്പൊ അങ്ങോട്ട് നടക്കാൻ വേണ്ടി പാർക്കിലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അയ്യോ, ഇപ്പൊ പോയുള്ളോ? ഞാൻ പാർക്കിൽ പോയി കണ്ടോളാം. ശരി. മുകേഷേട്ടാ, മാമന്താ വരെയാണ്. നിങ്ങൾ ഇവിടെ ഇപ്പം നിന്നാൽ മതി, നിങ്ങൾ അങ്ങോട്ട് വരണ്ട. മാമന് പലപ്പോഴും പല സ്വഭാവമാണ്. എന്തെങ്കിലും വല്ലതും വിളിച്ച് പറഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങളെ മുഖത്ത് നോക്കാക്കൂല. അതുകൊണ്ട് ഞാൻ മാമനെ പോയി പതുക്കൊന്ന് പരിവപ്പെടുത്തിയിട്ട് തിരിച്ച് ഞാൻ നിങ്ങളെ വിളിക്കാം. അപ്പം നിങ്ങൾ വന്നാൽ മതി കേട്ടാ. അല്ല, നിങ്ങളിപ്പോൾ ഒന്ന് ചാടിക്കാറല്ലേ? എന്തെങ്കിലും വിളിച്ച് പറഞ്ഞോളായി. നിൽക്കിതാ പറഞ്ഞേ. മാമ മാമ മാമോ മാമ എവിടെ പോണു മാമ? ഞാൻ നടക്കാറിങ്ങിയത്. എന്ത് നിനക്കൊരു കള്ള ലക്ഷണമാണ്? കള്ള ലക്ഷണമല്ല, പിന്നെ എന്റെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട് മാമ. ആര്? നിന്റെ ഭാര്യയെ? അല്ല, പിന്നെ ആര്? നിങ്ങളെ കാണാൻ വേണ്ടി. ആ, കണ്ടിട്ട് പോട്ടെ. എന്തിനൊക്കെ നിങ്ങളുടെ അടുത്ത് വർത്താനം പറയാണ്ടെന്ന് മാമ. തന്നെ വരാൻ പറയടാ. വിളിക്കട്ടാ? ആ, മാമ സമ്മതിച്ച്. അണ്ണൻ ചോദിക്കാനുള്ളൊക്കെ മാമന്റെ ചോദിക്ക്. എം മുകേഷ് എന്നാണ് എൻ്റെ പേര്. നീ മുകേഷെങ്കിൽ ഞാൻ കമലാസനെ. എടേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാരയളവ് ഇങ്ങോട്ട് വന്ന് പറയാൻ പറയടാ. മാമ ഇട്ടുപുരി കൂടെ മാന്യമായിട്ട് വർത്താനം പറയും മാമ. അന്തസ് വേണോടാ, അന്തസ് വേണോന്ന് പറ. മുകേഷ് എണ്ണത്തിന് അന്തസ് കുറവ്. എന്ത് നടക്കാൻ ഇറങ്ങണവന്റെ അടുത്താണ് വോട്ട് ചോദിക്കുന്നത്? ഓ, വോട്ട് ചോദിക്കാൻ പിന്നെ ഓരോ കാലവും സമയമൊക്കെ വേണമല്ലോ. ഉണ്ടടാ, എല്ലാത്തിനും ഓരോ സമയവും കാലവും ഉണ്ട്. അത് രാത്രി 11 മണിക്ക് ആ ഉറങ്ങിക്കിടന്ന മുകേഷിനെ വിളിച്ചപ്പം ആ വിളിച്ചവന് കുറെ ചീത്ത കൊടുത്തില്ലേ? നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ്. ഇല്ലെങ്കിൽ മാമന്റെ ഈ വായിരിക്കണ വല്ലതും കേൾക്കണമായിരുന്ന അന്ന് അവന്റെ അടുത്ത് മാന്യമായിട്ട് വർത്താനം പറഞ്ഞുകൂടായിരുന്ന. എടാ, വോട്ട് നൊട്ടിയൊക്കെ ചോദിക്കണമെങ്കിൽ വെളിയിൽ വന്നിറങ്ങി നേരിട്ട് ചോദിക്കാൻ പറയടാ. ഒളിച്ചിരിക്കണം തന്നെ. അന്ന ബാബാ, മാമ ഒന്നും പറയില്ല, വരി. ഞാൻ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ 1.5 മാസമായി കൊല്ലത്തിൻ്റെ എല്ലാ സ്ഥലത്തും 2 റൗണ്ട് പോയി. നല്ല കാര്യമാടാ റാട്ടി. എന്തിനാ മാമ? 7.5 വർഷം കൊണ്ട് ഇതുവരെ നടന്നില്ല. അതിന് ഇപ്പോഴെങ്കിലും 2-3 റൗണ്ട് നടക്കണത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറ. എന്നല്ലേ മാമ? പിന്നെ ഞാനെല്ലാം സത്യസന്ധമായി പറയുന്ന ആളാണ്. അതെന്താ പ്രാട്ടി സത്യസന്ധതയെ കുറിച്ച് എടുത്തു പറഞ്ഞത്? മാമ, എല്ലാ സ്ഥാനാർത്ഥിമാരും അങ്ങനെയല്ലേ പറയണത്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. 6 മണ്ഡലങ്ങളും ഒക്കെയാണ്. ചവറ സൂക്ഷിച്ചോണം. ആന്തിന് മാമ ചവർ സൂക്ഷിക്കാൻ പറഞ്ഞത്? ചവറല്ലടാ, പിന്നെ ചവറ. ചവറ ആന്തിന് സൂക്ഷിക്കാൻ പറഞ്ഞത്? എന്തിനാണെന്ന് പിള്ള പറയില്ലേ? അണ്ടർ കറണ്ട് ഉണ്ട്, സൂക്ഷിച്ചോണം. എന്തിനു മാമ ഇത്? പക്ഷേ ആ ചിരി ശരിയല്ല. മാമ, ആ ചിരി ശരിയല്ലെന്ന്. കുറച്ചുകൂടെ നന്നായി ചിരിക്കായി. ശരി ശരി. ചിരി ഏത് ചിരിയാന്നുള്ളത് മനസ്സിലാക്കും എനിക്ക്. ശക്തമായ ഒരു അണ്ടർ കറണ്ട് ചവറയിലുണ്ട്. കുറെ നേരം കൊണ്ട് നിങ്ങൾ പറഞ്ഞ അണ്ടർ കറണ്ട് ഇതെന്തിനാ മാമ ഈ അണ്ടർ കറണ്ട് ഇങ്ങനെ എന്തിനു പറയണത്? നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല മാമ. എടേ, പണ്ട് MM മണി കറണ്ട് മന്ത്രിയായിട്ട് ഇരുന്നില്ലേ? ഓ, അപ്പൊ കൊല്ലം പള്ളിമുക്കിന്ന് അടിയിൽ കൂടെ കറണ്ട് വലിച്ച് ചവറയെ കൊണ്ട് എത്തിച്ചെന്ന്. ഓ, അതാണ് ഈ അണ്ടർ കറണ്ട്. പിന്നെ തന്നെയാ? ഇതാണ് സത്യം. കേട്ടാടാ, ഇതാണ് സത്യം. ഒരു രാജ്യം നശിക്കുമ്പോൾ ആദ്യം നശിക്കുന്നത് കലയാണ്.
ആരും അമ്മ ഈ കല അറിഞ്ഞൂടെ എനക്ക്? ഇല്ല. എടാ പിണറായി ബംഗ്ലാവ് എന്നും പറഞ്ഞൊരു പരിപാടിയില്ലേ? മാമ പിണറായി ബംഗ്ലാവ് അല്ല, പിന്നെന്തരേ? ബഡായി ബംഗ്ലാവ്. ഓ, അതിനിടയ്ക്ക് പേരും മാറ്റിയാടാ. മാമ അതിന്റെ പേര് അങ്ങനെ തന്നെ. ആ, അതിലെ മുകേഷിന്റെ കൂടെ അവതരിപ്പിക്കാൻ നിൽക്കില്ലേ ഒരു കൊച്ച്? ബഡായി ബംഗ്ലാവിൽ കലയുണ്ട്. അതിന്റെ പേരാണെന്ന് തോന്നുന്നു കല. തന്നെയല്ലേ മാമ? പിന്നെ മാമ എന്താ? കൊല്ലത്താര് ജയിക്കും? മുകേഷ് ജയിക്കും. ജയിക്കും മാമ? പുഷ്പം പോലെ ജയിക്കൂലേ? അപ്പൊ നേരെ പാർലമെന്റിൽ MP ആയിട്ട് പോകുമല്ലേ മുകേഷ് അണ്ണാൻ? പാർലമെന്റിൽ പോവില്ലടാ, പിന്നെ MLA ആയിട്ട് അസംബ്ലി തന്നെ പോവും. എന്തിനു മാമ? MLA ആയിട്ട് തിരിച്ച് അസംബ്ലി തന്നെ പോവും. തന്നെ? വാ